ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മധുരസേവ ഉണ്ടാക്കാം. അപ്പോൾ മധുരസേവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് കടലമാവും അരിപ്പൊടിയും പഞ്ചസാരയും ഇത്രയും മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യം 2 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കണം, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് കൂടിപ്പോവരുത്, കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് വെള്ളം കൂടിപ്പോവും. കടലമാവും കൂടെ ആയതുകൊണ്ട് ഈ ഒരു പരുവത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി നമുക്കിത് ഈ ഒരു ചില്ലിയാണ് ഉപയോഗിക്കാനുള്ളത്. അതായത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ ചില്ലി ഉണ്ടല്ലോ, ആ ഒരു ചില്ലി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മാവ് കുഴച്ചുടനെ തന്നെ അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അത് വെച്ചിരിക്കൊന്നും വേണ്ട. അപ്പോൾ സേവനാഴിയിൽ മാവ് നിറച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് തീ ഒരുപാട് അങ്ങ് കൂട്ടി വയ്ക്കേണ്ട, നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പിഴിഞ്ഞൊഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതങ്ങ് മൂത്തങ്ങ് കരിഞ്ഞ് അതിൻ്റെ കളറങ്ങ് മാറിപ്പോവേ. അപ്പോൾ നമുക്കിത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ഇതിനെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നമ്മളൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ തീ കൂടാതെ തന്നെ നോക്കണം. 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ഉണ്ടെങ്കിൽ അതാണ് കുറേ കൂടെ സൗകര്യം. അതാകുമ്പം കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. തീ കൂടിപ്പോവാതെ നോക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് വരത്തുമില്ല, അതിൻ്റെ അകം വേവാതെ പുറം മാത്രം അങ്ങ് കരിഞ്ഞു പോവേ. ഇതിന് നമ്മൾ കറക്റ്റായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 ആഴ്ചയൊക്കെ ഇത് നന്നായിട്ടിരിക്കും. അതെല്ലാം നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് നന്നായിട്ടങ്ങ് തണുത്തതുപോലെ അങ്ങ് ആയിപ്പോകും. ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്നത് കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെടുത്തിട്ടുള്ള മാവ് ഇതേപോലെ ഒരു 4 പ്രാവശ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള അളവിനുണ്ടായിരുന്നേ. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് അത്ര ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് തീരെ കുഞ്ഞായിട്ട് മുറിക്കണ്ട, ഇതിനൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് എല്ലാ ഇതിൽ നിന്നങ്ങ് വിട്ട് വരും. പിന്നെ നമുക്കത് ഇതേപോലെ ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഒരുപാട് ചെറുതാക്കേണ്ടത് ഈ ഒരു പരുവത്തിന് തന്നെ നമ്മൾ, അതായത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു അളവ് നമുക്കറിയില്ല, ആ ഒരു പരുവത്തിന് തന്നെ അത് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒരേപോലെ തീരെ ചെറുതാക്കാതെ ഒത്തിരി വലുതായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് ആ പഞ്ചസാരയിലിട്ട് കിട്ടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെയൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറേ അങ്ങ് പൊടിക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം അതിലൊരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ തീരെ ചെറുതെടുക്കണ്ട, കുറച്ച് വലിയൊരു പാത്രം തന്നെ വെച്ച് കൊടുക്കാം. അതാണ് നമുക്കിതിലിട്ട് നമുക്കൊന്ന് കിണ്ടി എടുക്കാനായിട്ട് കുറേ കൂടെ സൗകര്യം. നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. അതിന് നമുക്കിട്ട് ഒന്ന് ഇതേപോലെ ചൂടാക്കി ഒന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ നമുക്കതിലോട്ട് കുറച്ച് ഏലക്ക, ഒരു ഏലക്ക ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിലും ചേർക്കാം. അതല്ല ഏലക്ക നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കണ്ട. ഇനി ഈ പഞ്ചസാര നമുക്ക് ഒരു നൂല് പരുവം ആവണത് വരെ ഇതേപോലെ ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് തീ ഒരുപാടങ്ങ് കൂട്ടണ്ട, ഒരു മീഡിയത്തിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മളങ്ങ് ശ്രദ്ധിച്ചോളണം. ഇനി ഒരു ശകലവും കൂടെ കഴിയുമ്പോഴത്തേക്കിനത് ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു നൂല് പരുവമായിട്ട് വന്നു തുടങ്ങും. ഈ ഒരു പരുവമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതിൻ്റെ ചൂടൊന്ന് മാറണത് വരെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം.
അപ്പോഴത്തേക്ക് ഇതിൽ പഞ്ചസാര എല്ലായിടത്തും നന്നായിട്ടൊക്കെ ഒന്ന് പിടിച്ച് വരുള്ളൂ. നിങ്ങൾക്ക് മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് പകരം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തതിന് നിങ്ങൾക്കൊരു 1.25 ഗ്ലാസ്സൊക്കെ എടുക്കാം. അപ്പോഴത്തേക്ക് കുറേ കൂടെ നല്ല മധുരം കാണുമേ. പക്ഷേ ഇതാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരളവ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് തന്നെ മധുരസേവ റെഡി ആയിട്ട് വരുമേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മധുരസേവ ഉണ്ടല്ലോ, ആ ഒരു സെയിം ആയിട്ട് തന്നെ വരും. ടേസ്റ്റ് ആയാലും എല്ലാം അതുപോലെ തന്നെ വരും. അപ്പം നമുക്കൊരു 1-2 ആഴ്ചത്തേക്കൊക്കെ ഇത് കേടാവാതെ തന്നെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് മൂക്കാതെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ദിവസത്തേക്കൊന്നും ഇരിക്കില്ല. നമ്മൾ നന്നായിട്ടൊക്കെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കാണ് അത് കേടാവാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മധുരസേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.